ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു വീക്ക്ലി സമ്മറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. ഇന്നലെ ഞാൻ സമ്മറി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു ന്യൂസിൽ. അതുകൊണ്ട് ഈ ആഴ്ച സമ്മറി മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ആഴ്ച നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മൺഡേ 24,092 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,995 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,177 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്നലെ 23,997 ക്ലോസ് ചെയ്തത്. ആകെ 99.6 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ മാത്രമേ നിഫ്റ്റിയിൽ ഈ ആഴ്ച ഉണ്ടായിട്ടുള്ളൂ. 0.42% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,997 നിൽക്കുമ്പോൾ 8.16% ലോസാണ് നിഫ്റ്റിയിൽ ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 നിഫ്റ്റി ഇന്ന് 23,997 നിൽക്കുമ്പോൾ 3.04% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റി 50 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ DIA എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച DIയുടെ ഭാഗത്തുനിന്ന് FIയുടെ ഭാഗത്തു നിന്നുമുള്ള ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. മൺഡേ മുതൽ തേഴ്സ്ഡേ വരെയും DII നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ആകെ 11,585 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII ഈ ആഴ്ച. FIയുടെ ഭാഗത്തു നിന്ന് ഈ ആഴ്ച എല്ലാ ദിവസവും സെല്ലിങ്ങിലായിരുന്നു. അതിൽ തേഴ്സ്ഡേ ഇന്നലെയാണ് നല്ല സെല്ലിംഗ് FIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആകെ 13,771 കോടി രൂപ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII ഈ ആഴ്ച നടത്തിയത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ആഴ്ച സമ്മറി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് മുതൽ ഈ ആഴ്ച ക്ലോസ് ചെയ്തവരെയാണ് സമ്മറി കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 1,226 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. 2.19% ഫോള് കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ് 410 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 0.69% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ്പും 439 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 2.50% റാലി നടത്തി. സെൻസെക്സ് 249 പോയിൻറ്റ്സ് ഉയർന്ന് 0.33% റാലിയാണ് വീക്ക്ലി ബേസ് അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 264 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 1.0% റാലി നടത്തി. നിഫ്റ്റി എനർജി 868 പോയിൻറ്റ്സ് ഉയർന്ന് 2.18% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 484 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1.85% ഫോളാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി FMCG 305 പോയിൻറ്റ്സ് ഉയർന്ന് 0.60% റാലി നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 347 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 2.39% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 177 പോയിൻറ്റ്സ് ഉയർന്ന് 1.92% റാലി നടത്തി. നിഫ്റ്റി IT 823 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 2.89% റാലി നടത്തി. നിഫ്റ്റി മീഡിയ 17 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 1.20% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 86 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 0.68% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 362 പോയിൻറ്റ്സ് ഉയർന്ന് 3.20% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 687 പോയിൻറ്റ്സ് ഉയർന്ന് 3.05% റാലി കണ്ടു. എന്നാൽ നിഫ്റ്റി PSU ബാങ്ക് 328 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 3.73% ഫോളാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി റിയാലിറ്റി 15 പോയിൻറ്റ്സ് ഉയർന്ന് 2% റാലി നടത്തി. ഇതാണ് വീക്ക്ലി അടിസ്ഥാനത്തിലുള്ള സമ്മറി ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരുന്നത്. ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഇന്നലെ ക്ലോസിംഗ് വരെയുള്ള എൻ്റെ സമ്മറിയാണ്, വീക്ക്ലി സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്ത നമുക്ക് ന്യൂസ് അപ്ഡേറ്റ്സ് മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.